മിഷൻ സെൻ്ററുകളിൽ നിരവധി സ്ഥലത്ത് ജനാബ് ഖുർആൻ നടക്കുന്നുണ്ട്. കോട്ടയം രൂപതയുടെ വിഷയത്തേക്ക് വരുമ്പോൾ ഈ സീറോ മലബാർ സഭയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. സീറോ മലബാർ സഭയിലെ കോട്ടയം അതിരൂപത ക്നാനായ അതിരൂപതയാണ്. അവരുടെ ആരാധനക്രമങ്ങളും രീതികളും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ആചാരത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വംശീയമായ വിഷയം. ബ്ലഡിൻ്റെ പ്യൂരിറ്റിയെ കുറിച്ചുള്ള ഒരു പ്രശ്നമുണ്ട്. സീറോ മലബാർ സഭയുടെ തന്നെ കോട്ടയം രൂപതയിൽ നിന്ന് ഒരു പുരുഷൻ തൊട്ടപ്പുറത്തുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അയിത്തം പോലെയാണ്, അവൻ ആ രൂപതയിൽ നിന്ന് പുറത്താണ്. ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ഒക്കെ നടക്കുന്ന സഭയിലാണ് ഈ പറയുന്ന ഐക്യരൂപം പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം രൂപതയിൽ യാക്കോബായ ക്നാനായ സമൂഹത്തിൽ നിന്ന് കോട്ടയം രൂപതയിൽ ചേർന്ന വെറും 1060 വീട്ടുകാർക്ക് 1060 വീട്ടുകാരാണ്. ഞങ്ങളുടെ ഒരു ഇടവകയിലുണ്ട് 3000 വീട്ടുകാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. 1060 വീട്ടുകാർക്ക് വേണ്ടി ഒരു പ്രത്യേക ആരാധനക്രമം നിലവിലുണ്ട്. അത് സിനഡ് അംഗീകരിച്ചതാണ്. അത് യാക്കോബായക്കാർ അവരുടെ സമുദായത്തിൽ അവർ ചെയ്തിരുന്ന അതേ കുർബാന, അതായത് മലങ്കര കുർബാന അവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഈ 1000 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മെത്രാനുണ്ട്, മാർ അപ്രൈം. എറണാകുളം അതിരൂപതയിൽ 6.5 ലക്ഷം വിശ്വാസികളും 1.25 ലക്ഷത്തോളം കുടുംബങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു മെത്രാൻ്റെ വിഷയം വരുമ്പോഴും ഞങ്ങളുടെ ആരാധന പ്രശ്നം വരുമ്പോഴേ ഇവർക്ക് വിഷയമുള്ളൂ. അതുകൊണ്ട് ഇവരുടെ പ്രശ്നം കുർബാന തർക്കമോ ഐക്യരൂപമോ അല്ല. കാരണം ഡൈവേഴ്സിറ്റി എന്ന് തന്നെയാണ് സഭയുടെ ഭംഗി, കത്തോലിക്ക സഭയുടെ ഭംഗി എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ എന്തിനാണ് 23 ഡൈവേഴ്സിറ്റി ഉണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ മാത്രം അത് അംഗീകരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി. പക്ഷേ ഇതിനൊരു വ്യവസ്ഥ വേണമല്ലോ. ഒരു സിനഡ് തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ ആ സിനഡിന്റെ തീരുമാനം മാറ്റാൻ ആവശ്യമായ അംഗസംഖ്യ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ജനാധിപത്യപരമായത് മാറ്റിയല്ലേ വേണ്ടത്? അല്ല, അതിനെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. അംഗസംഖ്യയെക്കുറിച്ചാണ് ആദ്യമേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവർ നടത്തിയ കറക്ഷൻ വത്തിക്കാൻ ധരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ, അതിനും മെത്രാപോലിത്ത ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് എറണാകുളത്ത് നിയമിതനായ മെത്രാപോലിത്ത ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. സിനഡിൽ അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു അതിരൂപതയിലെ ബഹുഭൂരിഭാഗം വിശ്വാസികൾക്കും അംഗീകരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു മാറ്റം സിനഡ് കൊണ്ടുവന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നമല്ല ആദ്യം പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും എറണാകുളം അതിരൂപതയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമായിട്ട് 3-4 സിനഡും പെർമനന്റ് സിനഡും വത്തിക്കാനിലും അവിടെ ഇവിടെയൊക്കെ കൂടി. ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും എറണാകുളത്തിൻ്റെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എന്താണ്, 2 കൂട്ടരെയും കേൾക്കണ്ടേ? എറണാകുളത്തിൻ്റെ നിലപാട് പറയാൻ സിനഡിൽ ആരില്ല, എറണാകുളത്തിൻ്റെ നിലപാട് പറയാൻ ഈ പെർമനന്റ് സിനഡിൽ ആളില്ല. ഇപ്പോൾ ഞാൻ ഒരു 5 പേര് കൂടി ഒരു ചർച്ച നടത്താണ് ഒരു വിഷയം പരിഹരിക്കാൻ. ആ വിഷയത്തിൽ ഇൻക്ലൂഡറായ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ഭാഗം പറയാനോ അവരുടെ നിലപാട് പറയാനോ അവരുടെ നിലപാട് കേൾക്കാനോ ഞങ്ങളുടെ ആരും അകത്തില്ല, ഇപ്പോഴും ഇല്ല. 6.5 ലക്ഷം വിശ്വാസികളെ റെപ്രസെൻറ്റ് ചെയ്ത് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മെത്രാനില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം.